സാത്താൻ പറഞ്ഞു പാപം ലാഭകരമാണ്, പാപം സുഖകരമാണ്, പാപം ലാഭകരമാണ്. അതുകൊണ്ടാണ് മനഃപൂർവ്വം വെറുതെ ഉപേക്ഷിക്കാത്ത തിന്മകൾ അനുകൂല സാഹചര്യത്തിൽ അതുപോലെ തിരിച്ചു വരും. മനഃപൂർവ്വം വെറുതെ ഉപേക്ഷിക്കാത്ത തിന്മകൾ അനുകൂല സാഹചര്യത്തിൽ അതുപോലെ തിരിച്ചു വരും. 25 നോമ്പിൽ നല്ല ത്യാഗം ഉപവാസമൊക്കെ നോക്കി, പക്ഷെ ക്രിസ്മസ് കഴിയുമ്പോൾ പഴയ തിന്മകളെല്ലാം അതുപോലെ തിരിച്ചു വരും. കാരണം നമുക്കൊരു പ്രത്യേകതയുണ്ട്, പെട്ടെന്ന് വീണുപോകുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ക്രിസ്തു നമ്മളെ വിളിച്ച വാക്കെന്താ? അജഗണം എന്നാണ് വിളിക്കുക. ആട്ടിൻകൂട്ടം അജഗണം. എന്താണ് അജഗണം എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം? ആടിൻ്റെ പ്രത്യേകത നിങ്ങളുടെ പ്രത്യേകതയാണ്, എൻ്റെ പ്രത്യേകതയാണ്, നമ്മുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ ആടിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് കർത്താവ് നമ്മളെ ആട്ടിൻകൂട്ടമേ അജഗണമേ എന്ന് വിളിച്ചത്. എന്തെല്ലാമാ ആടിൻ്റെ പ്രത്യേകത? ഒന്ന്, ആടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിനെ പരിശീലിപ്പിക്കാൻ പറ്റുകയില്ല. സർക്കസ് കൂടാരത്തിൽ പട്ടി, പൂച്ച, കുരങ്ങ്, കരടി എല്ലാത്തിനും ട്രെയിൻ ചെയ്ത് റിങ്ങിലൂടെ ചാടിക്കാം, പൈസ പിരിക്കാൻ വിടാം, എല്ലാ കൂട്ടവും ചെയ്യാം. പക്ഷെ ആടിനെ ഒരിക്കലും പരിശീലിപ്പിക്കാൻ പറ്റുകയില്ല. ആടെപ്പോഴും തോന്നുന്നതുപോലെ ചെയ്യും, ഒരു നിയന്ത്രണത്തിനും വിധേയനാവുകയില്ല. അതിൻ്റെ സൗകര്യം പോലെ, അതിനിഷ്ടം പോലെ ആട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിളിച്ചു മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. എന്തെല്ലാം കേട്ടാലും തോന്നിയതുപോലെ ചെയ്യും, സ്വന്തം ഇഷ്ടം പോലെ ചെയ്യും, തോന്നിയ വഴിയേ പോകും, തോന്നിയതുപോലെ സംസാരിക്കും, തോന്നിയതുപോലെ കാണും. അതാണ് ആടിൻ്റെ പ്രത്യേകത. അത് നമ്മുടെയും പ്രത്യേകത. ആടിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ചെറിയ കാഴ്ചയുള്ളൂ. ചെറിയ ദൂരമേ ആടിന് കാണാൻ പറ്റൂ. ദീർഘദൂരത്തിൽ ആടിന് കാണാൻ പറ്റുകയില്ല. തൊട്ട് മുമ്പിലുള്ള ഒരു 10-25 മീറ്റർ കാണാം, പിന്നെ കാണാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ആട് കൂട്ടമായിട്ട് പോകുമ്പോൾ ഒരാട് കൂട്ടം തെറ്റിപ്പോയാൽ പിന്നെ വഴി കാണാൻ പറ്റുകയില്ല, കൂട്ടം തെറ്റിപ്പോവും. ദൂരെ പോകുന്ന കൂട്ടത്തിലെ ആടിനെ കാണാൻ പറ്റിയില്ല, ഷോർട്ട് സൈറ്റേ ഉള്ളൂ, ചുറ്റുപാടുകളേ ഉള്ളൂ. അതുകൊണ്ട് ഈ ആടിന് ചെറിയ കാഴ്ചയുള്ളൂ, ദൂരെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇടയൻ തന്നെ വന്ന ആടിനെ നയിക്കണം. മനുഷ്യൻ്റെ പ്രത്യേകത അതാണ്. ഇപ്പോഴത്തെ സുഖം, ഇവിടുത്തെ മേളം, ഇവിടുത്തെ സന്തോഷം ഭയങ്കര ഷോർട്ട് സൈറ്റാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ സുഖങ്ങളിലൂടെ മനുഷ്യൻ ഓടിപ്പോകും. നിത്യമായ സ്വർഗമോ സ്വർഗീയ സൗഭാഗ്യമോ മനുഷ്യൻ തേടുകയല്ല. ഇവിടുത്തെ സുഖം, ഇവിടുത്തെ സന്തോഷം ആടിനെ പോലെ കുഞ്ഞു കാഴ്ചയേ ഉള്ളൂ. അതുകൊണ്ട് വിളിച്ചു ചെറിയ ആട്ടിൻകൂട്ടമേ. ആടിൻ്റെ മൂന്നാമതുള്ള വലിയ പ്രത്യേകത മുഴുത്ത വയറും ദേഹവും കൊഴുപ്പും ഒക്കെയുണ്ട്. പക്ഷേ അതിന് ആനുപാതികമല്ല ആടിൻ്റെ കാല്. ആടിൻ്റെ കാല് ചെറുതാണ്. ഈ ദേഹത്തെ മൊത്തം അതിന് താങ്ങാനുള്ള ശക്തിയില്ല.